റജബ് മാസം ധാരാളം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന മാസമാണ്. അതേ പരിശുദ്ധ റജബ് മാസം. അതോടുകൂടി ഞാനൊന്ന് പറയട്ടെ, ഒരൊറ്റ മസലയും കൂടി ഞാൻ അങ്ങ് പറയട്ടെ. അതേ സ്ത്രീകൾ വസ്ത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വീട്ടിൽ നജസായ കുപ്പായമുണ്ടാകും. ആ നജസായ കുപ്പായം എങ്ങനെയാണ് കഴുകേണ്ടത്? അത് നിങ്ങൾ വാഷിംഗ് മെഷീനിലാണെങ്കിലും ഏത് മെഷീനിലാണെങ്കിലും ഈ പറയുന്ന വിധത്തിലാകണം കുപ്പായം കഴുകേണ്ടത്. കാരണം ആ നജസായ വസ്ത്രം ശുദ്ധിയാകേണ്ടതുണ്ടല്ലോ. ആ നജസായ വസ്ത്രം ശുദ്ധിയാകണമെങ്കിൽ എന്ത് വേണം? പണ്ഡിതന്മാര് പറയുന്നു, അതേ ഈ വെള്ളം കുറഞ്ഞ വെള്ളമാണോ? നമ്മളതാ പൈപ്പിൽ നിന്ന് താഴോട്ട് വരുന്ന വെള്ളം, എന്നാൽ ആ നല്ലിയിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളം ആ വെള്ളം ഈ നജസായ കുപ്പായത്തിന്റെ മേലെ ഒഴുകണം. ശരിക്കും ആ വെള്ളം ഇങ്ങോട്ട് കുപ്പായത്തിൽ വന്ന് വീഴണം. ആ കുപ്പായത്തിൽ അങ്ങ് വെള്ളം ഇങ്ങോട്ട് വന്ന് ഒഴുകണം. അല്ലാതെ ബക്കറ്റിൽ കൊണ്ടുപോയി ഈ കുപ്പായം, നജസായ കുപ്പായം കൊണ്ടുപോയി ബക്കറ്റിൽ ഇടലല്ല. കാരണം ബക്കറ്റിൽ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. ആ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ട് കഴുകിയത് കൊണ്ട് മാത്രം ഈ നജസായ വസ്ത്രം, കുട്ടികളേതാകട്ടെ നിങ്ങളതാകട്ടെ, അത് ശുദ്ധിയാകൂല. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം ഈ കുപ്പായത്തിന്റെ മേൽ ഇങ്ങോട്ട് ഒഴുക്കേണ്ടതാണ് വേണ്ടത്. അത് പ്രത്യേകം ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മസലയാണ്. അല്ലാത്ത കാലത്തോളം ആ വസ്ത്രം ശുദ്ധിയാകൂല. ആ വസ്ത്രം ധരിച്ചിട്ട് നിങ്ങൾ എത്ര നിസ്കരിച്ചാലും നജസായ കുപ്പായത്തിൽ നിസ്കരിച്ചതുകൊണ്ട് ആ നിസ്കാരം സ്വഹിയാകൂല. ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് മസലകളുണ്ട്. ആ മസലകൾ ഉമ്മമാരെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു.